we are going to listen from God's word, and I'm going to speak from the Psalms 24. സങ്കീർത്തനം 24 അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമ്മൾ കഴിഞ്ഞ 3 ദിവസമായി ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരുന്നു. ദൈവം നമുക്ക് ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്തു. തുടർന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് അല്പസമയം ചിന്തിക്കാം. Psalms 24 is a hymn that was sung as the ark was brought close to the city of David. യാഗപീഠം ദാവീദിന്റെ പട്ടണത്തിലേക്ക് വരുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 24. In Chronicles chapter 15, we see beautiful picture of the ark of the Lord being brought from the house of the Obed-Edom and placed inside the tent of the Lord in Jerusalem. യെരൂശലേമിൽ ഈ പെട്ടകം കൊണ്ടുവന്ന് ദൈവസ്ഥലത്ത് വെക്കുന്നതാണ്. നമ്മൾ ആ ഭാഗത്തെക്കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. This is a psalm of praise, especially as God's presence was being brought into the king's city. പട്ടണത്തിലേക്ക് ദൈവ സാന്നിധ്യത്തെ വരവേൽക്കുമ്പോൾ ജനം ആർത്തു സ്തുതിച്ച ഒരു സങ്കീർത്തനമാണിത്. To better understand this psalm, especially as God's presence was, let me provide little background about this psalm. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും, നമുക്ക് കൂടുതൽ മനസ്സിലാക്കുക. In the days of the King David, cities were fortified by massive walls. വലിയ മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു പട്ടണമായിരുന്നു ആ പട്ടണം അന്നത്തെ കാലത്ത്. Those doors were made of massive gates. അത് വലിയ വലിയ വാതിലുകൾ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരുന്ന ഒരു പട്ടണമായിരുന്നു. As I already mentioned, when the ark was brought into the city of David or a city of Jerusalem, when the worship team, they were singing this song, open up the doors that the King of the glory may come in. Amen. പട്ടണത്തിലേക്ക് പെട്ടകം കൊണ്ടുവരുമ്പോൾ ആ സ്തുതി പാടകർ പാടിയിരുന്നതാണ്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. At the same time, the gatekeepers ask, who is the King of the glory? അവിടെ ആ പട്ടണം കാവൽക്കാരൻ ചോദിക്കുക, മഹത്വത്തിന്റെ രാജാവാർ? And the answer is sung in praise, the Lord strong and mighty, the Lord mighty in battle, the Lord of hosts, he is the King of glory. അവിടെ സ്തുതിപാഠകർ മറുപടി പറയുന്ന വാക്യം ഇങ്ങനെയാണ്, ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. Praise the Lord. At the same time, the psalm is one of the messianic psalm in the Bible. Amen. ഈ സങ്കീർത്തനം ഒരു മെസ്സിയാനിക് സങ്കീർത്തനം കൂടിയാണ്. Out of 150 psalms, there are 16 of the psalms which is called as messianic psalm. 150 സങ്കീർത്തനങ്ങളിൽ 16 സങ്കീർത്തനങ്ങൾ മെസ്സിയാനിക് സങ്കീർത്തനങ്ങളായി അറിയപ്പെടുന്നു. As we know, Psalms 22, it depicts the suffering of Messiah. ആ സങ്കീർത്തനങ്ങൾ പറയുന്നത് മശിഹായുടെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചാണ്. 72-ാമത്തെ അധ്യായം. The chapter 23 speaks about the great shepherd, the Messiah as the great shepherd. നല്ല ഇടയനെ കുറിച്ച് സങ്കീർത്തനം 23-ൽ പറയുന്നു. At the same time, chapter 24 portrays the glorious triumphal entry of the Messiah into the city of Jerusalem. മഹത്വത്തിന്റെ രാജാവായ ക്രിസ്തുവിന്റെ പ്രവേശനത്തെ കുറിച്ചാണ് 24-ാം സങ്കീർത്തനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. So this morning time, my theme of this message is the glorious triumphal entry of the Messiah into the of Jerusalem. ജെറുസലേം പട്ടണത്തിലേക്കുള്ള മശിഹായുടെ മഹത്വകരമായ പ്രവേശനത്തെ കുറിച്ചാണ് ഈ പകൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. Before we go into the further context, അതിന്റെ പശ്ചാത്തലത്തിലേക്ക് കൂടുതൽ കടക്കുന്നതിന് I want to look closely at the current political scenario of the whole world. അവിടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ അറിയേണ്ടത് അനിവാര്യമാണ്. The things are changing rapidly. ഒത്തിരി കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൽ if you are watching the media, newspaper, the things are changing rapidly. പത്രങ്ങൾ വാർത്തകൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് മനസ്സിലാകും. After the Second World War, the United States of America became the superpower of the world, the super police of the world. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ലോകത്തിലെ തന്നെ ഒരു വൻ ശക്തിയായി മാറി. But at the same time, if you watch the global political world at this moment, the America's key position
and the influence among other nations have drastically declined over past few months. അതേസമയം ഇപ്പോൾ ചില മാസങ്ങൾ വർഷങ്ങളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന ആ പ്രബലത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. Especially last week when we if you carefully watch those media, there was a great attention for another big news from the east side of the world. ഈസ്റ്റ് സൈഡ് ആ ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വേറൊരു വാർത്ത നമ്മൾ കേൾക്കുവാനിടയായി. Basically probably we can call it as an Axis power from the east, which comes the Russia, China and India. They are merging together and they are coming opposing the United States of America. റഷ്യ, ചൈന, ഇന്ത്യ ചേർന്ന് കിടക്കുന്ന ചില രാജ്യങ്ങൾ ഒന്നിച്ച് ചേർന്ന് അമേരിക്കയ്ക്കെതിരെ ഒരു വൻ ശക്തിയായി തിരിയുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നു. At the same time, this morning time, if someone asks me what is the greatest event which may happen in the world in coming days, അതേസമയം എന്നോട് ഇപ്പോൾ ചോദിക്കുക ലോകത്തിൽ ഏറ്റവും നടക്കാൻ സാധ്യതയുള്ള ദുഷ്കരമായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, is it the third world war, മൂന്നാം ലോക മഹായുദ്ധമാണോ, or is it some great leaders of the world is going to be killed, അതോ ചില ലോക നേതാക്കന്മാർ കൊല്ലപ്പെടാൻ സാധ്യതയുള്ള, or is it going to be some terrorist attack, അതോ ചില തീവ്രവാദ സംഘടനകളുടെ അറ്റാക്കുകളാണോ, or is it the world current political scenario are going to be changed, അതോ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ ലോക രാജ്യങ്ങളുടെ മാറി മറിയാൻ സാധ്യത, or some great earthquake or a flood or economic recession, അതോ ഭൂചലനങ്ങളോ സാമ്പത്തിക മാന്ദ്യങ്ങളോ ആകാമോ? I would say in this morning time, the greatest event the whole world is going to witness, which is the rapture of the church. ഇതിലെല്ലാം ഉപരി സംഭവിക്കാൻ സാധ്യതയുള്ള പരമപ്രധാനമായ കാര്യം നമ്മുടെ ക്രിസ്തുയേശുവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവാണ്. Just like Pastor Jijo talked yesterday, probably I will also say, I believe that this will happen, the rapture will happen even my generation. Amen. ഇന്നലെ രാത്രി നമ്മൾ പാസ്റ്റർ ജിജോയിലൂടെ കേട്ടതുപോലെ കർത്താവിന്റെ മടങ്ങിവരവ് ഈ തലമുറയിൽ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. How many of you believe that Jesus will come soon? യേശു വേഗം മടങ്ങി വരുമെന്ന് എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നു? That's why I was explaining all the current scenario of the whole world. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ലോകത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കേണ്ടതായിട്ട് വന്നത്. In Matthew chapter 24, മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ, as Jesus was sitting on the Mount Olive, യേശു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ the disciple came to him and asked a private question. യേശുവിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. When will this happen? What will be the sign of your coming and the end of the age? ഇത് എപ്പോൾ സംഭവിക്കും? ഇത് ഏതൊന്നിനാൽ അറിയും? കാലത്തിന്റെ അവസാനം എപ്പോഴാകുന്നു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. Jesus answered, watch out that no one deceives you. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. Many will come in my name claiming I am the Messiah and will deceive many. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. You will hear the word and the rumors of the world, but see to it that you are not alarmed. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. Nations will rise against nation and the kingdom against the kingdom. ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. There will be famine and earthquake in various places. ക്ഷാമവും ഭൂകമ്പങ്ങളും അവിടെ ഇവിടെ ഉണ്ടാകും. And verse number 8 says, all these are the beginning of the birth pain. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം. Verse number 9 again, which is very important, then you will be handed over to the persecutor and put to death. ആമേൻ. 9-ാം വാക്യം ഇപ്രകാരം പറയുന്നു, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. And you will be hated by all nation because of me. എന്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. At that time many will turn away from the faith and will betray, hate each other. ആമേൻ. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. And many false prophets will appear and deceive many people. പ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. Because of the increase of the wickedness, the love of most will grow cold. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. But the one who stands firm to the end will be saved. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. Probably shall we all may say the same word, but the one who endures to the end will be saved. 13-ാം അധ്യായം ഒന്ന് ഉറക്കെ വിളിച്ച് പറയാമോ? എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. Praise the Lord. Amen. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. The one who endures to the end will be saved. Two major
war which is going on for last 2 years. കഴിഞ്ഞ 2 വർഷങ്ങളായി നടക്കുന്ന മഹായുദ്ധങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന After October 7, 2023, after Hamas attacked Israel, the war still going on. 2023 ഹമാസിന്റെ അറ്റാക്ക്, ഇസ്രായേലിന് എതിരെയുള്ള ഹമാസിന്റെ അറ്റാക്കിന് ശേഷം യുദ്ധങ്ങൾ അവിടെ തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുന്നു. The second war which is happening between the Russia and Ukraine. യുക്രൈൻ റഷ്യ യുദ്ധം ഇതുവരെ നിന്നിട്ടില്ല, അതും നടന്നുകൊണ്ടിരിക്കുന്നു. Just like Jesus said, all these things are happening and at this moment. യേശു പോലെ തന്നെ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർത്തുകൊണ്ടിരിക്കുന്നു. Not only that, even verse number 9 says, you will be handed over to the persecutor and put to their death. അവിടെയും അവസാനിപ്പിക്കുകയല്ല, 9-ാം വാക്യം ഇപ്രകാരം പറയുന്നു, നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. And you will be hated by all nations. നിങ്ങളെ പലരും പകയ്ക്കും. Especially if you are coming from India, you will understand the tribulations are on the highest peak at this moment. ഇന്ത്യയിൽ നിന്ന് വന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. Many churches are vandalized. Many Christian pastors and servants of God are imprisoned. But the Bible says all these are just birth pangs for the glorious coming of our Lord and Savior Jesus Christ. Praise the Lord. Amen. Praise the Lord. Amen. When all these things happened, we are not going to be afraid. The challenges will not affect our life. Not only that, every day the circumstances is always against us. But at the same time, a Christian will not be afraid. The reason that God already orchestrated his life. God always already promised the eternal heaven for us. He has given the hope in our life. That's why Jesus said, do not be afraid of the current tribulations. But take courage, I overcome the world. Praise the Lord. Amen. Hallelujah. Amen. This morning time, I'm going to speak about the topic, as I already mentioned, the glorious appearance of the second coming of Jesus Christ. The glorious appearance of the second coming of Jesus Christ has two phases. The first phase, which is that is for the saints only, and the second phase, that is with the saints. വിശുദ്ധന്മാരെ ചേർപ്പാൻ അവൻ മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ രണ്ടാമത് അവൻ വരുന്നത് ആ ചേർത്ത വിശുദ്ധന്മാരെ കൊണ്ട് ഭൂമിയിൽ വാഴുവാൻ വേണ്ടിയാണ്. The first one, only the saints will see, but the second one, the whole world will see. ആദ്യത്തെ ദൈവത്തിന്റെ പ്രത്യക്ഷത തന്റെ വിശുദ്ധന്മാർ മാത്രം തിരിച്ചറിയുമ്പോൾ രണ്ടാമത്തെ തന്റെ പ്രത്യക്ഷത ഭൂലോകം മുഴുവൻ അറിയും. Praise the Lord. Amen. At the same time, let me ask you this morning time, which one would come at the first? നമ്മൾ മുമ്പോട്ട് കടന്നു പോകുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇതിൽ ഏതായിരിക്കും ആദ്യം സംഭവിക്കുന്നത്? Glorious appearance which the whole world is going to see, or only you are going to see? ദൈവത്തിന്റെ മഹത്വകരമായ പ്രത്യക്ഷതയിൽ വിശുദ്ധന്മാർ മാത്രം തിരിച്ചറിയുന്നതാണോ, അതോ ഭൂലോകം മുഴുവൻ അറിയുന്ന വരവാണോ ആദ്യം സംഭവിക്കുന്നത്? Amen. പറഞ്ഞാട്ടെ. വിശുദ്ധന്മാർ എഴുന്നേൽക്കുവാൻ പോകുന്ന ഒരു ദിവസം. A time when all the saints are going to rise up. 1 Thessalonians chapter 4 verse number 16 says, 1 തെസ്സലോനിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം for the Lord himself will come down from heaven. Amen. സാക്ഷാൽ ദൈവമായവൻ തന്നെ ഭൂമിയിൽ ഇറങ്ങി വരും. With a loud command, with the voice of the archangel, with the trumpet call of God. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും.
And the dead in Christ will rise first. After that, we who are still alive are left will be caught up together with them in the clouds to meet the Lord in the air. ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഓർക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. Praise the Lord. Amen. Not only that, even 1 Corinthians chapter 15 verse number 51 and 52, the same thing which Paul again mentioning. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ ഇതേ കാര്യം 1 കൊരിന്ത്യർ ലേഖനത്തിലും വീണ്ടും ആവർത്തിക്കുന്നത് നമ്മൾ കാണാൻ Behold, I സാധിക്കും. tell you a mystery. ഞാൻ നിങ്ങളോട് ഒരു മർമ്മം വിളിച്ചു We shall പറയട്ടെ. not all sleep. നമ്മൾ ആരും ഹല്ലേലൂയ നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. We shall all be chained. നമ്മൾ എല്ലാം കെട്ടപ്പെട്ടിരിക്കും. No, all be changed. നമ്മളെല്ലാം രൂപാന്തരം In പ്രാപിക്കും. a moment, in a twinkling of an eye, at the last trumpet. എന്നാൽ അന്ത്യകാലത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമിക്കുന്ന നേരത്ത് നമ്മളെല്ലാം For the രൂപാന്തരപ്പെടും. trumpet will sound and the dead will raise the incorruptible, and we shall all be changed. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉറക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. Praise the Lord. Amen. Praise the Lord. Amen. But this morning time, if anyone ask me a question, when these things will happen? എപ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്നൊരു സ്വാഭാവികമായ ചോദ്യം നമ്മുടെ എല്ലാം ഹൃദയത്തിൽ വരാം. Matthew chapter 24, even Jesus mentioned something about this. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശു ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. Verse number 36 says, 36-ാം വാക്യം but ഇപ്രകാരം concerning the day and the hour no one knows. ആ നാളും നാഴികയും സംബന്ധിച്ച് എന്റെ പിതാവിനെ മാത്രമല്ലാതെ വേറെ ആർക്കും അറിയുകയില്ല. Not even the angels of heaven, nor the Son, but the Father only. സ്വർഗ്ഗത്തിലെ ദൂതന്മാർക്കോ പുത്രൻ കൂടി അറിയുന്നില്ല, എന്റെ പിതാവ് മാത്രമല്ല. What is the characteristics of that world? ആ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? For us we were the days of Noah, so we will be coming of the Son of Men. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. For us in the days before the flood, they were eating, drinking, marrying, giving in marriage. The day when Noah entered the ark. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പട്ടണത്തിൽ കയറിയ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. They were unaware until the flood came and swept them all away. So will be the coming of the Son of Men. ജലപ്രളയം വന്നവരെ എല്ലാവരെയും നീക്കിക്കളയുവോളം അവരത് അറിഞ്ഞതുമില്ല. Then two men will be in the field, one will be taken and one left. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെയാകും. അന്ന് രണ്ടുപേർ വയലിലിരിക്കും, അതിൽ ഒരുത്തൻ കൈക്കൊള്ളും. Two men will be grinding at the mill, one will be taken and one left. മറ്റവനെ ഉപേക്ഷിക്കും, രണ്ടുപേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തി കൈക്കൊള്ളും, മറ്റുള്ളവളെ ഉപേക്ഷിക്കും. Therefore stay awake, for you do not know what the day of the Lord is coming. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയാത്തത് കൊണ്ട് ഉണർന്നിരിപ്പീൻ. It is very clearly, even Jesus mentioned, യേശു വളരെ വ്യക്തമായി പറയുകയാ, that day is uncertain. അത് ഏത് ദിവസമെന്ന് നമ്മൾ അറിയുന്നില്ല. But what is the purpose? Why Jesus is coming into the mid cloud? യേശു എന്തിനാണ് മധ്യാകാശത്തിൽ തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ പ്രത്യക്ഷപ്പെടുന്നത്? Book of Hebrew chapter 9 verse number 28 says, എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. Hebrew chapter 9 verse number 28 says, എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാം so വാക്യം. Christ having been offered once to bear the sins of many will appear a second time, not to deal with the sin but to save those who are eagerly waiting for him. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ പ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. Can you repeat back again? സ്തോത്രം. തനിക്കായി രക്ഷയ്ക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. To save those who are eagerly waiting, he will appear once again. Save those who are eagerly waiting for him. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. This morning question is, are you eagerly waiting for him? ഇന്ന് പകൽ നമ്മളോടുള്ള ദൈവാത്മാവിന്റെ ചോദ്യം, നമ്മൾ കാത്തു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ കാത്തു നിൽക്കുകയാണോ? Praise the Lord. We accepted Jesus Christ as a personal savior. We baptized in the Holy Spirit, and we are coming into the fellowship of Jesus Christ.
every moment, and we are taking fasting and praying. We are fellowship with one another. These all are wonderful thing. നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, ജലത്തിൽ സാക്ഷീകരിച്ചു, പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചു, കൂട്ടായ്മ ആചരിച്ച് നമ്മൾ പോരുമ്പോൾ ഇതെല്ലാം ശരിയാണെങ്കിലും നമ്മൾ കാത്തിരിക്കുന്നവരാണോ? Yes, that is the question in this morning time. Are we eagerly waiting for his coming? നമ്മൾ ആവലോടെ തന്റെ വരവിനായി കാത്തിരിക്കുന്നവരാണോ? Praise the Lord. Amen. Praise the Lord. Hallelujah. But at the same time, അതേസമയം there is a theological question over here. ഇതിന്റെ പുറകിൽ ഒരു തിയോളജിക്കൽ ചോദ്യം കൂടിയുണ്ട്. When Jesus is going to come? എപ്പോഴാണ് യേശു ക്രിസ്തു മടങ്ങി As I വരുന്നത്? already mentioned, it is uncertain. Even the Son did not know about that. പുത്രനായ ദൈവത്തിന് പോലും അത് അറിയത്തില്ല. But at the same time, there is a great another event which is going to come into this world. അതേസമയം വേറൊരു സാഹചര്യം ഭൂമിയിൽ സംജാതമാകാൻ That is പോകുന്നു. called the Great Tribulation. ഒരു മഹാ ഉപദ്രവകാലം സംഭവിക്കാൻ You know, പോകുന്നു. that is called the Jacob's trouble in the book of Isaiah chapter 30. യെശയ്യാ പ്രവചനത്തിൽ യാക്കോബിന്റെ ഉപദ്രവകാലം എന്ന് പരാമർശിക്കുന്ന ഭാഗം പോലും നമുക്ക് കാണാൻ You know, സാധിക്കും. some scholars and some theologians believe that the church also will go through the tribulation. ചില തിയോളജിന്മാർ ഇപ്രകാരം പറയുന്നു, വേദപണ്ഡിതാക്കൾ ഇപ്രകാരം പറയുന്നുണ്ട്, സഭകൾ പോലും ഒരു ഉപദ്രവകാലത്തിൽ കൂടെ കടന്നു പോകും. And finally, and we all will be caught up in the heaven. അതിന്റെ അവസാനത്തിങ്കിൽ നമ്മളെല്ലാം മധ്യാകാശത്തിൽ But എടുക്കപ്പെടും. this morning, then the question is, what do you think? What do you believe? What is your theology about this? ഇന്ന് പകൽ നമ്മളോടുള്ള ചോദ്യം ഇത്രയും ഉള്ളൂ, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു? Whether the church will go through the tribulation or will not. സഭ ആ മഹാപദ്രവകാലത്തിൽ കൂടി കടന്നു പോകുമോ ഇല്ലയോ? Praise the Lord. I know there will be a lot of confusion. There will be a lot of questions in this morning. ഒത്തിരി ചോദ്യങ്ങളും ഒത്തിരി ചിന്തയെ കുഴപ്പിക്കുന്ന കാര്യങ്ങളും നമ്മുടെ But at the same time, അതേസമയം as a Pentecostal pastor, ഒരു പെന്റക്കോസ്റ്റൽ പാസ്റ്ററായി ഞാൻ I believe that the church will not go through the tribulation. ഞാൻ വിശ്വസിക്കുന്നു സഭ മഹാപദ്രവകാലത്തിൽ കൂടി കടന്നു പോകും. I believe the pre-tribulation rapture. ഞാൻ വിശ്വസിക്കുന്നത് ആ ഉപദ്രവകാലത്തിന് മുമ്പേ സംഭവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ്. There will be some may believe that the church will go through the tribulation and the post-tribulation. You believe the post-tribulation rapture. ഈ ഉപദ്രവകാലത്തിൽ ശേഷം സഭ എടുക്കപ്പെടുന്നത് വിശ്വസിക്കുന്ന ചിലർ ഇതിന്റെ മധ്യ കണ്ടേക്കാം. But what is the evidence? What based you believe on that belief? ഇതിന്റെ പിന്നിലുള്ള തെളിവ് എന്താണ്? For me, this is my conviction. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. I can give you a few more verses in this morning time. ചില വാക്യങ്ങളോട് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ. 1 Thessalonians chapter 1 verse number 10 says. തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു. 1 Thessalonians chapter 1 verse number 10 says, clearly mentioned that, and wait for his Son from heaven, whom he raised from the dead, even Jesus, who delivers us from the wrath to come. യേശു സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നവരെ കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. യേശു സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പ്. ഓക്കേ, പ്രൈസ് ദി ലോർഡ്. 9-ാം വാക്യം. ഓക്കേ, യെസ്, അതന്നെ 9-ാമത്തെ വാക്യം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയും പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവർ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനെ വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മളെ അണ്ടർലൈൻ ദ വാക്ക്, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവം. Amen, to save us from the wrath that is to come upon the earth. Praise the Lord. Amen. The Bible very clearly says that Jesus will deliver us from the wrath to come. യേശു വളരെ വ്യക്തമായി അവിടെ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുകയാണ് 9-ാം വാക്യത്തിൽ വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നവനായി. Not only that, chapter 5, if you flip into chapter 5 verse number 9, 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ again the Bible says, for God did not appoint us to wrath, but to obtain salvation through Lord Jesus Christ. 9-ാം വാക്യം നമ്മൾ ഇപ്രകാരം കാണുന്നു, ദൈവം നമ്മളെ കോപത്തിനല്ല, നമ്മൾ ഉയർന്നിരുന്ന് ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ കോപത്തിനല്ല, ദൈവം നമ്മെ ക്രോധത്തിനല്ല. അതായിരിക്കും കൃത്യമായ ട്രാൻസ്ലേഷൻ. ദൈവം നമ്മെ ക്രോധത്തിനല്ല, സ്തോത്രം, തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചത്. Amen.
Praise the Lord. Then again, there is another words, book of Revelation, chapter 3, verse number 10. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ ഇതേ കാര്യം കാണുന്നു. Revelation 3, verse number 10 says, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം. that is, the church, the angel of the Lord is going, say a word to the Philadelphia church there. ദൂതൻ ഫിലിപ്പിയ സഭയോട് പറയുന്ന കാര്യങ്ങളാണ്. ഫിലദൽഫിയ സഭയോട് പറയുന്ന കാര്യമാണ്. Because you have kept my command to preserve. നിങ്ങൾ എന്റെ വചനം കാത്തുകൊള്ളുവാൻ ഞാൻ സഹിഷ്ണുതയെക്കുറിച്ചുള്ള I also keep you from the hour of trial which shall come upon the whole world to test those who dwell on the earth. ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാ കാലത്തെ ഞാൻ നിങ്ങളെ കാക്കും. Praise the Lord. Amen. ഭൂതലത്തിൽ വരുവാനുള്ള പരീക്ഷാ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കാക്കും. സന്തോഷമുള്ള ദൈവമക്കളെ സ്തോത്രം പറഞ്ഞാട്ടെ. Hallelujah. I will keep you from the hour of trial that is to come upon the world. Praise the Lord. Amen. We are on the Philadelphia period. നമ്മൾ ഫിലദൽഫിയ സഭയുടെ ആ കാലഘട്ടത്തിലാണ് ഇന്ന് ഇപ്പോൾ ആയിരിക്കുന്നത്. Praise the Lord. Amen. Praise the Lord. The word clearly mentioned that God will deliver us from the trouble which is happen in this world. വചനം വളരെ വ്യക്തമായി നമ്മളോട് വിളിച്ചു പറയുന്നു, വരുവാനുള്ള പരീക്ഷാ കാലത്തിൽ നിന്ന് നമ്മളെ കാക്കുന്ന ഒരു ദൈവം. Not only that, even Jesus said something before he ascended into heaven. സ്വർഗ്ഗാരോഹണത്തിന് മുമ്പ് യേശു പോലും പറയുന്ന ഒരു കാര്യമുണ്ട്. We know this word which is in the book of John chapter 14 verse number 1 and 2. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ്. Let not your heart be troubled. Believe in God. Believe also in me. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. In my father's house there are many mansions. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. If it were not so, I would have told you. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. I go to prepare a place for you. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. If I go and prepare a place for you, ഞാൻ പോയി നിങ്ങൾക്ക് I സ്ഥലമൊരുക്കാം. will come again and receive you to myself. Where I am, there you may be also. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ അടുക്കൽ ചേർത്തുകൊള്ളും. So this is a very clear evidence that the church will not go through the tribulation. ഈ വാക്യങ്ങളുടെ എല്ലാം നമ്മൾക്ക് വെളിവായി വരുന്ന ഒരു വസ്തുതയുണ്ട്. സഭ ആ മഹാഉപദ്രവകാലത്തിൽ കൂടി കടന്നു പോകുകയില്ല. How many of you are happy in this morning time? ഇന്ന് പകൽ എത്ര പേർ Are you സന്തോഷത്തോടെ getting something this morning? എന്തെങ്കിലും ഇന്ന് രാത്രി ആരെങ്കിലും പഠിക്കുന്നുണ്ടോ? Praise the Lord. Amen. Praise the Lord. When the church was taken from this earth, ഈ സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ the great tribulation begins to start വലിയ here. മഹാഉപദ്രവ കാലം അപ്പോൾ തുടങ്ങും. As I already mentioned, that period which is called Jacob's trouble. Amen. യാക്കോബിന്റെ ഉപദ്രവ കാലം എന്ന് പറയുന്ന യാക്കോബിന്റെ കഷ്ടകാലം. യാക്കോബിന്റെ കഷ്ടകാലം. Praise the Lord. In the second Thessalonians chapter 2 verse number 1 which is mentioned there. 2 തെസ്സലോനിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ പ്രകാരം കാണുന്നു. Now brethren, concerning the coming of the Lord Jesus Christ and gathering together to him, we ask you not to be soon taken in mind or troubled, either by spirit or by the word or by letter, as it from us, as though the day of Christ had come. Amen. 1-2 വാക്യങ്ങൾ 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തി വായിക്കാമോ? At the same time, verse number 3 says, let no one deceive you by means, for that day will not come unless the falling away come first, and the man of sin is revealed, the son of perdition, who opposes and exalts himself above all that is called God or that is worshipped, so that he sits as God in the temple of God, showing himself that he is God. 3-ാം വാക്യവും 4-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. Praise the Lord. Verse number 5 is, do you not remember that I was still with you? I told you all these things, and now you know what is restraining, that he may be revealed in his own time. 5-6 വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചാൽ. Praise the Lord.
Okay, so there is a question there. What basically restraining from him not to reveal on this world? അവിടെ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിനെ തടുക്കുന്ന ഭാഗങ്ങൾ കാര്യങ്ങൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യം. Who is restraining the Antichrist at this moment? ആരാണ് ഈ വരവിനെ തടുക്കുന്നത്? Anybody can say? The Holy Spirit is restraining from the Antichrist to come on this world. പരിശുദ്ധ ആത്മാവാണ് അധർമ്മമൂർത്തി വെളിപ്പെടുന്നതിനെ തടയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം. Praise the Lord. Praise the Lord. Now the Holy Spirit has taken the church into the mid-air. പരിശുദ്ധ ആത്മാവ് മേഘങ്ങളിൽ കർത്താവിനോട് കൂടെ തന്റെ വിശുദ്ധന്മാരെ സഭയെ ചേർത്തതിനു The ശേഷം Antichrist began to rule over this world. അധർമ്മമൂർത്തിയുടെ വാഴ്ച തുടങ്ങും. You know, the Bible very clearly mentioned there, he is going to sat on the temple. വചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, അവൻ ദൈവമെന്ന് നടിച്ച് അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിക്കും. Let me ask you, which temple? ഏത് ദേവാലയത്തിലാണ് അവൻ ഇരിക്കുന്നത്? Anyone can? Jerusalem temple, but there is no Jerusalem temple at this moment for the Jewish people. യെരൂശലേം ദേവാലയം എന്ന് പറയുന്ന ഒരു സംഗതി യഹൂദന്മാർക്ക് ഇനിയും ആ സമയത്ത് ഇനിയില്ല. At this moment there is no Jerusalem temple. Instead of that there is a dome of rock. ഇപ്പോൾ പോലും യെരൂശലേം ദേവാലയം നമ്മൾ അവിടെ പോയാൽ കാണുകയില്ല. പക്ഷെ അവിടെ ഒരു കല്ല് മാത്രമേ ഉള്ളൂ. No, dome of the rock on the compound of the Al-Aqsa mosque ilana. Mosque, it is a rock, that a dome that is there. That is dominated by the Islamic regime. Amen. Islamic സഹോദരന്മാരാണ് അതിന്റെ മേൽകാര്യങ്ങൾ. But at the same time the Jews are about to build the temple over that place. മൂന്നാമത്തെ ആലയം പണിയുവാനുള്ള കാര്യങ്ങളാണ് അവർ ചട്ടം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. I don't want to go further with that detail at this moment. If you are watching some of the world news, you are if you watch very closely you can understand how near they are at this moment. അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് വളരെ വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ വാർത്തകൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അവർ എത്ര അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾക്കും തിരിച്ചറിയാൻ സാധിക്കും. And the Jews are anytime they are ready to build the old Jewish temple on that same place. യഹൂദന്മാർ തങ്ങളുടെ അതേ അടുത്ത ആലയം അതേ സ്ഥലത്ത് പണിയുവാനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. But at the same time it is not possible at this moment. ഈ പ്രത്യേക സമയത്ത് ഇപ്പോൾ അത് സംഭവിക്കാൻ സാധ്യതയില്ല. Because that is the Al-Aqsa mosque is the third largest mosque for the Islamic world. ഇസ്ലാമിക് ആളുകൾക്ക് തങ്ങളുടെ ഏറ്റവും വലിയ ആരാധനാലയം ഒരു വലിയതിൽ ആരാധനാലയമാണ് ഇപ്പോൾ. And it won't be possible at this moment. ഈ പ്രത്യേക സാഹചര്യത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ല. But now how it can be happened? എങ്ങനെയാണ് അത്? Because Bible very clearly mentioned that the Antichrist is going to rule from this temple. വചനം വളരെ വ്യക്തമായി പറയുന്നു ഈ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ടായിരിക്കും അധർമ്മമൂർത്തി വാഴാൻ പോകുന്നത്. This is my conviction. This is my personal conviction. Once the church is taken up to heaven, the whole world system is going to be changed. എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതിനകത്തൂടെ സഭ മുഴുവനായി മധ്യാകാശത്തിൽ എടുക്കപ്പെട്ടതിന് ശേഷം ലോകത്തിന്റെ സകലമാന സംവിധാനങ്ങളും മാറി മറിയാൻ പോകുകയാണ്. A superpower or a one world government is going to begin to control the whole earth. ഭൂമിയെ മുഴുവൻ വാഴുന്ന ഒരു ഏക സർക്കാർ വെളിപ്പെടാൻ പോകുകയാണ്. This man will have a great influence and his name will be called as 666 or Antichrist. നമ്മൾ വിശ്വസിക്കുന്നതിന് നമ്മൾ വചനത്തിൽ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ വ്യക്തിയുടെ പേരൊരു സംഖ്യയായി 666 എന്ന് പറയുന്ന സംഖ്യയിലായിരിക്കും അറിയപ്പെടുന്നത്. Probably you might ask, who is this person? I don't know. Basically this man can be an Islamic or Jewish. I don't know who is this person would be. ഈ വ്യക്തി ആരാണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല. ആരുമായിരിക്കാം. But this man would be a very influential person. ഈ വ്യക്തി വളരെ അധികം ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. And what he is basically going to do, the first thing he is going to do is he is going to make a negotiation between the Islamic and in the Jewish world. ആദ്യം തന്നെ അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യം ഇതായിരിക്കും. ഇസ്ലാമിക് ആൾക്കാരെയും യഹൂദന്മാരെയും ഒരുമിപ്പിച്ച് അവരെ ഐക്യമത്യപ്പെടുത്താൻ ശ്രമിക്കുകയായിരിക്കും. And now he is going to make a peace
treaty between the Islamic world and the Jewish world. അവരുടെ ഇടയിൽ ഒരു സമാധാന ഉടമ്പടി കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രൈമറി അജണ്ട. As I already know, in 1948, after the Jewish nation established in Jerusalem, right after that, there is no peace which happened all these years. 1948 അവർ സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു യഹൂദ കീഴിൽ ഇസ്രായേൽ ജനം മുഴുവൻ വന്നുകൂടിയതിനു ശേഷം അന്ന് തൊട്ട് അവരുടെ മേഖലകളിൽ സമാധാനമില്ല. And when the Antichrist come, he is going to make a peace treaty between the Jews and the Muslim. ധർമ്മമൂർത്തിയുടെ വാഴ്ച തുടങ്ങിയതിനു ശേഷം ഇവരുടെ ഇടയിൽ ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കാൻ. And the second thing what he is going to do, he is the person made initiating the building of the old Jewish temple. മൂന്നാമത്തെ യഹൂദന്മാരുടെ ആലയത്തിന്റെ പണികൾ പ്രാരംഭമായി ആരംഭിക്കുന്നത് വ്യക്തിയായിരിക്കും. And first 3.5 years would be a peaceful years for the Jews. ആദ്യത്തെ 3.5 വർഷത്തിന്റെ കാലം അവർക്ക് വളരെ സമാധാനം നിറഞ്ഞ കാലഘട്ടം. But the right after the 3.5 years, അതിനുശേഷം the real pain begin to show. വാസ്തവത്തിലുള്ള വേദനകൾ വെളിപ്പെട്ടു തുടങ്ങും. The real nature of him is begin to show. ധർമ്മമൂർത്തിയുടെ ശരിക്കുമുള്ള ബിഹേവിയർ കാണാൻ വെളിപ്പെട്ടു. The Bible says he will exalt himself and he sits as God in the temple of God, showing himself that he is a God. താൻ തന്നെ ദൈവമെന്ന് വെളിപ്പെടുത്തി ആ ആലയത്തിൽ വാണുകൊണ്ടിരിക്കുമെന്ന് നമ്മൾ കാണാം. At this moment, Jews will understand that he will not be the real Messiah. ആ സമയം അവർക്ക് മനസ്സിലാകും, യഹൂദന്മാർക്ക് മനസ്സിലാകും താൻ അല്ല മശിഹ എന്ന്. Until that moment, even Jewish people are, they believe that he is the promising Messiah. അതുവരെ അവർ വിശ്വസിക്കുന്നത് അദ്ദേഹമാണ് അധർമ്മമൂർത്തി ആണെന്ന് അവർ ചിന്തിക്കുന്ന ആളാണ് വാഗ്ദത്തം ചെയ്ത മശിഹ എന്ന്. By this time, Jewish advancement in the military, economy, wealth, and everything will be taken and captured by the Antichrist. ഈ അധർമ്മമൂർത്തി തനിക്ക് അവർക്കുള്ള സകല സംവിധാനത്തെയും സൈന്യത്തെയും എല്ലാം ഏകോപിപ്പിച്ച് തന്റെ കീഴിലാക്കുകയും ചെയ്യും. And Jewish, they did not have any other more options. നമ്മൾ അവിടെ കാണും, അതിനുശേഷം യഹൂദന്മാരുടെ മുമ്പിൽ വേറൊരു വഴിയുമില്ലാതെ. At this moment, if you clearly watch the news, we know that the Jewish, their military, the advancement of the military and the Mossad is one of the most powerful military in the world. വാർത്തകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ കയ്യിലുള്ള ഇപ്പോൾ മൊസാദ് സൈന്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രബലപ്പെട്ട ലോകത്തിലെ ഒരു സൈന്യമാണ്. 2 weeks ago, the whole cabinet of the Houthis were, killed by one bombshell. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരേ ഒരു ആക്രമണത്തിലൂടെ എതിർ സൈന്യത്തിന്റെ അവരുടെ ആ ഒരു തലസ്ഥാനം മുഴുവൻ തകർക്കപ്പെട്ടു. Last 2 years, all the Hamas leaders were killed. Even one of their greatest leader, while he was in the Iran, even he was killed. The Mossad. ഹമാസ് നേതാവിന്റെയും അവർ ഇറാനിലായിരുന്നപ്പോൾ അവരുടെ എല്ലാ സൈന്യത്തെയും തുടച്ചു നിൽക്കാൻ കെൽപ്പുള്ള അവർ തുടച്ചു നിൽക്കുകയും ചെയ്തു. Most of the Hezbollah commanders, they were using a kind of a mobile phone, and they all, those mobiles were blasted within no time in a day. ശത്രു സൈന്യം ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേകതരം അവരുടെ ആശയവിനിമയത്തിൽ ഉപയോഗിച്ചിരുന്ന പ്രത്യേകതരം സംവിധാനം ഒരേ നിമിഷം കൊണ്ട് അതൊരു ബോംബ് ബ്ലാസ്റ്റിൽ പൊട്ടുവാനിടയായി. As I mentioned, because they have so many advanced military equipments. പറയാനുള്ള കാര്യം അവർക്ക് ഏറ്റവും സംവിധാനങ്ങൾ ഏറിയ ഒരു സംവിധാനം അവർ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ്. But at this moment, when it comes into the 3.5 years later on the great tribulation time, 3 വർഷത്തിന് ശേഷം ഈ മഹാഉപദ്രവകാലത്തിൽ നമ്മൾ വരുമ്പോൾ the Jewish, they lost everything. നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകും ഈ യഹൂദന്മാരുടെ കയ്യിലുള്ള സകലതും അവർക്ക്. The Antichrist began to persecute them. ഈ അധർമ്മമൂർത്തി അവരെ എതിർക്കുവാൻ തുടങ്ങി. While he was going to persecute them, അവരെ എതിർക്കുവാൻ അവരെ ബുദ്ധിമുട്ടിക്കാൻ. Probably another word, the book of Zechariah chapter 13 verse number 8. Zechariah പുസ്തകം 13 verse number 8, the Bible says, സെഖരിയ പ്രവചനം 13ന്റെ 8ാം വാക്യം ഇപ്രകാരം പറയുന്നു, 2/3 will be struck down and perish. എന്നാൽ സർവദേശത്തിലും 2/3 ഛേദിക്കപ്പെട്ടു. Yet 1/3 will be gold. 1/3 will be left
in it. മൂന്നിൽ ഒരംശം ശേഷിച്ചിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. This third I will put into fire. മൂന്നിൽ ഒരംശം ഞാൻ I will refine them like a silver വെള്ളി ഊതി and കഴിക്കുന്നു test them like a gold. പൊന്നു ശോധന They കഴിക്കുന്നു will call on my name and I will answer them. അവരുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവർക്ക് I ഉത്തരമരുളുകയും will ചെയ്യും. say they are my people. അവർ എന്റെ ജനമെന്ന് ഞാൻ They പറയും. will say the Lord is our God. യഹോവ എന്റെ ദൈവം എന്നവർ പറയും. At this moment, if you clearly watch the Jerusalem, ഇപ്പോഴത്തെ യെരൂശലേമിന്റെ സാഹചര്യം പരിശോധിച്ചാൽ നമുക്ക് കാണാം. most of these Jewish citizens are not believing Yahweh. യഹൂദന്മാരിൽ ഭൂരിഭാഗം ആളുകളും യാഹ്വേ എന്ന് പറയുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. 70% of them are atheist purely. ഏകദേശം 70% ആളുകൾ നിരീശ്വരവാദികളാണ്. You know the story what happened in October 7 in 2023, right? 2023 ഒക്ടോബർ 7 എന്തോ സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. The Bible very clearly says that 2/3 of the Jewish citizens are going to be killed by the Antichrist. വചനം വളരെ വ്യക്തമായി പറയുന്നു, മൂന്നിൽ രണ്ടംശം ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടുമെന്ന് പറയുന്നു. And Zechariah chapter 12 verse number 10 says, 12-ാം അധ്യായത്തിന്റെ അതേ പുസ്തകത്തിൽ 12-ാം അധ്യായം 10-ാം and വാക്യത്തിൽ now പ്രകാരം 1/3 of the Jewish citizen, അതിൽ ഒരംശം what they are going to do, അവരെന്താ ചെയ്യാൻ I will പോകുന്നത്? pour on the house of David and on the inhabitants of the Jerusalem the spirit of grace and supplications. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. Then they will look on me whom they pierced. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. Yes, they will mourn for him as mourns for his only son. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് And grieve വിലപിക്കും. for him as one grieves for a firstborn. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. Praise the Lord. Amen. Praise the Lord. Amen. When they began to mourn for him, അവർ അവനെ കുറിച്ച് വ്യസനിക്കുകയും നോവാനും തുടങ്ങും, വിലപിക്കുകയും ചെയ്യുമ്പോൾ the second glorious appearance of Jesus is about to take place on this earth. രണ്ടാമത്തെ മഹത്വ പ്രത്യക്ഷതയും സംഭവിക്കും അവിടെ. Book of Zechariah chapter 14 verse number 4 says, 14-ാം സഖറിയ പ്രവചനം 14-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. സഖറിയ 14-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. Verse 4, Zechariah chapter 14. On that day his feet will stand on the Mount of Olives, Amen. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ east of Jerusalem, and the Mount of Olive will split into two from east to west, കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി forming a great valley, ഏറ്റവും വലിയൊരു with a half of the mountain moving north and a half moving south. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും. You will flee by mountain valley, for it will extend to Asel. Amen. എന്നാൽ മലകളുടെ താഴ്വര അസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങളുടെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. And you will flee as you fled from the earthquake in the days of Uzziah king of Judah. Then the Lord my God will come and all the holy ones with him. യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. എന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. Yes, തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. All the holy ones along with him will come down. Even the first appearance, Jesus came along with the archangel in the mid-heaven. ദൂതനോട് ചേർന്ന ആദ്യത്തെ പ്രത്യക്ഷതയിൽ കർത്താവ് വെളിപ്പെടുമ്പോൾ, but the public appearance of the second coming of the glorious appearance, now he comes along with the holy ones. രണ്ടാമത്തെ പരസ്യ പ്രത്യക്ഷതയിൽ അവൻ തന്റെ വിശുദ്ധന്മാരോട് ഒന്നിച്ച് ചേർന്നാണ് അവൻ വരുന്നത്. Hallelujah. Hallelujah. Amen. 1 Thessalonians chapter 3 verse number 13 again says, may he strengthen your heart so that you will be blameless and holy in the presence of our God and the Father when our Lord Jesus comes with all his holy ones. Amen. 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു, ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായുള്ളവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. Again Jude verse number 14 says, യൂദായുടെ ലേഖനം 14-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ see, the Lord is coming with the thousands upon the thousands of his holy ones. Amen. നമ്മളിതാ 15-ാം ജൂഡ് 14-ാമത്തെ വാക്യം 15-ാം വാക്യം ഒന്ന് വായിക്കാമോ?
ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ആ. ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആ. ആയിരം ആയിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് Praise the Lord. He's going to come along with the holy ones. ആയിരം ആയിരം വിശുദ്ധന്മാരോട് കൂടെ അവൻ വരും. Then again another verse, book of Colossians chapter 3 verse number 4. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ When കാണുന്നു. Christ, who is your life, appears, then you also will appear with him in glory. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. സ്തോത്രം. ജീവനായവൻ പ്പെടുമ്പോൾ അവനോട് ഒരുമിച്ച് നാം സ്തോത്ര മേഘത്തിൽ അവനോട് കൂടെ കടന്നു When വരും. Christ, who is your life, appears, you will also appear with him in glory. Praise the Lord. Amen. Praise the Lord. Amen. Hallelujah. Hallelujah. Praise the Lord. Thank you, Jesus. And book of Ezekiel chapter 43, എസെക്കിയേൽ പ്രവചനം 43-ാം അധ്യായം. as I already mentioned, he is coming on the Mount Olive. ഒലിവ് മലയിലാണ് യേശു വരുന്നത്. From the Mount Olive, where he is going right now. ഒലിവ് മലയിൽ നിന്ന് അവൻ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? Verse number 43, chapter 43, verse number 1 says, 43-ാം അധ്യായം എസെക്കിയേൽ പ്രവചനം 43-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ കാണുന്നു. Then he brought me to the gate that faces to the east. അനന്തരം അവൻ എന്നെ ഗോപുരത്തിലേക്ക് കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുവച്ചു. And behold, the glory of God of Israel came from the way of the east. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. His voice was like the sound of many waters, and the earth shone with his glory. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരൽച്ചിൽ പോലെയായിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് And the glory of the Lord came into the temple by way of the gate which faces toward the east. Amen. Hallelujah. ഇത് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. നഗരത്തെ നശിപ്പിക്കാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ. Praise the Lord. Now I come back into the context of the passage which we read in Psalms 24 verse number 7. സങ്കീർത്തനം 24-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച അതേ ഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. Lift up your hearts, O gates, and be lifted up, O ancient doors, the King of the glory may come in. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. Why the psalmist mentioning about these gates over here? എന്തുകൊണ്ടാണ് ഈ വാതിലുകളെയും കുറിച്ചും കതകുകളെ കുറിച്ചും സങ്കീർത്തനക്കാരൻ ഇവിടെ Why the പരാമർശിക്കുന്നത്? psalmist mentioning about the ancient doors over here? സങ്കീർത്തനക്കാരൻ പണ്ടേയുള്ള കതകുകളെ കുറിച്ച് എന്തുകൊണ്ട് ഇവിടെ If you go to പരാമർശിക്കുന്നു? Jerusalem, you will see at least 8 gates. യെരൂശലേമിൽ നമ്മൾ ഇപ്പോൾ കടന്നു പോയാൽ 8 വാതിലുകളെ കുറിച്ച് അല്ലെ കഥകളെ Out of 8 gates, 7 of them are already opened. 8-ൽ 7 വാതിലുകളും ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്. And one of the gate which is been closed for all these years. ഈ കാലഘട്ടം മുഴുവൻ അടഞ്ഞു കിടന്നിരുന്ന ഒരേ ഒരു വാതിലുണ്ട്. That is the gate of the eastern gate. ആമേൻ. കിഴക്കുള്ള വാതിലാണ് അടഞ്ഞു കിടക്കിയിരിക്കുന്നത്. That is called the golden gate. അതാണ് സ്വർണ്ണ വാതിൽ എന്ന് പറയുന്നത്. Yes, that the eastern gate which is been closed for all these years. കിഴക്കുള്ള വാതിലിനെ കുറിച്ച് ഈ കാലം മുഴുവൻ അടഞ്ഞു കിടക്കുന്ന സ്വർണ്ണ വാതിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നു. And even Ezekiel chapter 43 verse number 1 says that he is going to appear, the glory of God is coming through the eastern gate. ഈ കിഴക്കുള്ള വാതിലിൽ കൂടിയാണ് ദൈവം പ്രവേശിക്കുന്നതെന്ന് എസെക്കിയേൽ പ്രവചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. Hallelujah. Amen. Hallelujah. Amen. When he is going to appear through the eastern gate. ഈ കിഴക്കുള്ള വാതിലിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ Praise the Lord. The people in the Jerusalem, they will sing this song. യെരൂശലേമിലുള്ള നിവാസികൾ ഇപ്രകാരം പാടും. Lift up your head, O gate, കതകുകളെ നിങ്ങളുടെ തലകളെ and be lifted up, ഉയർത്തുവിൻ. O ancient door. പണ്ടേയുള്ള The കതകുകളെ King of ഉയർന്നിരിപ്പിൻ. glory may come in. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. Praise the Lord. Amen. Who is the King of glory? മഹത്വത്തിന്റെ രാജാവ് The Lord strong and mighty. സൈന്യങ്ങളുടെ യഹോവ He തന്നെ. is the mighty in battle. അവൻ യുദ്ധവീരനായ ബലവാനും വീരനുമായ ദൈവം. Hallelujah. Amen. Hallelujah. Amen. Praise the Lord. What is the speciality of the eastern gate? എന്താണ് ഈ 10 വാതിലുകളുടെ കവാടങ്ങളുടെ പ്രത്യേകത? Eastern gate in the പ്രത്യേകത ഈ എന്താണ്? കിഴക്കുള്ള വാതിലിന്റെ പ്രത്യേകത എന്താണ്? I don't have much time to explain it. അതിൽ ഒത്തിരി വിശദീകരിച്ച് പറയാനുള്ള സമയം എന്റെ മുമ്പിലില്ല. One speciality. ഒരേ ഒരു കാര്യം മാത്രം പരാമർശിച്ചു പോകാം. When Cain committed sin, കായീൻ പാപം ചെയ്തപ്പോൾ he left from the presence of God and he
he went into the east side of the Eden. അവൻ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയി ഏദെൻ തോട്ടത്തിന് കിഴക്കുള്ള വശത്തേക്കാണ് അവൻ സഞ്ചരിച്ചു. Genesis chapter 4 verse number 16 mentioned that. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ പ്രകാരം When the tabernacle was made, പക്ഷേ സമാഗമന കൂടാരം പണിയുമ്പോൾ when the tabernacle made during the time of Moses, സമാഗമന കൂടാരം മോശയുടെ കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ടു. there was only one entrance gate from the outer court, which was the east side of the outer court. ആമേൻ. പുറത്ത് കിഴക്ക് വശത്തിൽ കൂടി മാത്രമേ ഒരു കവാടം സമാഗമന കൂടാരത്തിലേക്ക് കടക്കുവാൻ These all have some shadows. These all have some spiritual significance. ഇതെല്ലാം ചില ആത്മീയ മർമ്മങ്ങളും നിഴലുകളുമാണ്. The first man, the Cain, he left from the presence of God and he run towards the east side. ആദ്യ സൃഷ്ടികളിൽ ഒരുവനായ കായിൻ ദൈവസന്നിധിയിൽ വിട്ട് കിഴക്കോട്ട് സഞ്ചരിക്കുമ്പോൾ, and the tabernacle which is open from the east side. അതേസമയം സമാഗമന കൂടാരം തുറന്നു കിടക്കുന്നതും അതേ കിഴക്ക് വശത്തുകൂടി This തന്നെയാണ്. gives a message even in this morning time as we are going to take part from this Lord's ഇന്ന് Supper. പകൽ നമ്മൾ കർത്തൃമേശയിലേക്ക് കൈ നീട്ടുമ്പോൾ നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു ദൂതുണ്ട്. There is a Redeemer is going to come and going to redeem, including Cain and even Judah. നമ്മുടെ ഒരു വീണ്ടെടുപ്പുകാരൻ ഈ നഷ്ടപ്പെട്ടു പോയ കൈനെയും യൂദയെയും പോലും വീണ്ടെടുക്കുന്ന ഒരുവനുണ്ട്. And now when the Messiah, when he comes through this eastern gate, let me tell you this morning, he's the one who is bringing back the laws to humanity through the eastern gate. നഷ്ടപ്പെട്ടു പോയ മാനവകുലത്തെ മുഴുവൻ വീണ്ടെടുത്തുകൊണ്ട് ദൈവം വരുന്നത് ഈ കിഴക്ക് വശത്തൂടെയാണ്. And he accompanied by the angels returning to the Jerusalem where he suffered and crucified. ആമേൻ. അവൻ ക്രൂശീകരിക്കപ്പെട്ടപ്പോൾ അവൻ കഷ്ടത സഹിച്ചതുപോലെ തന്നെ ദൂതന്മാരോടും വിശുദ്ധന്മാരോടും ചേർന്ന് അവൻ മടങ്ങി വരും. On his first appearance they gave him a crown of thorns. ആദ്യത്തെ വരവിൽ യേശുവിന് കൊടുത്തത് ഒരു മുൾക്കിരീടമാണെങ്കിൽ, But now he wears the crown of glory. ഇപ്പോൾ മഹത്വത്തിന്റെ കിരീടം ധരിച്ചുകൊണ്ട് ഒരുവൻ In the വരുന്നു. last appearance they lord for his cloth. തന്റെ വസ്ത്രം ചീട്ടിട്ടവരെടുത്തപ്പോൾ, Now he was dressed in a robe reaching down to unto his feet with a golden sash around his chest. പക്ഷേ ഹല്ലേലൂയ, നമ്മൾ കാണുന്നു ശുഭ്രവസ്ത്രധാരിയായ ഒരുവൻ, മഹത്വത്തിൽ മൂടി നിൽക്കുന്ന ഒരുവൻ. Praise the Lord. Hallelujah. ആദ്യത്തെ വരവെങ്കിൽ സ്തോത്രം അവന്റെ ശരീരത്തിലെ രോമങ്ങൾ പിച്ചു പറിച്ചത് നമ്മൾ കാണുന്നുണ്ട്. If they were taking away his skin and his flesh, എന്നാൽ സ്തോത്രം ഇതാ ഈ രണ്ടാമത്തെ അവന്റെ അപ്പിയറൻസ് നമുക്ക് കാണുവാൻ കഴിയുന്നു. മഹത്വവാനായവൻ, നിലയങ്കി ധരിച്ചവൻ, സ്തോത്രം ഹല്ലേലൂയ, അവന്റെ തലമുടി വെണ്മയോളം സ്തോത്രം വെളുത്തതായിട്ടുള്ള തലമുടിയുള്ളവൻ, സ്തോത്രം അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുള്ളവനാണ് ഇപ്പോൾ കടന്നു വരുന്നത് കാണുവാൻ കഴിയുന്നത്. The glorious one is revealed with a white sash and his hair is as white as snow. Praise the Lord. Hallelujah. Praise the Lord. ഒന്നാമത്തെ അവന്റെ വരവെങ്കിൽ അവനെ സ്തോത്രം അവർ കോൽ കൊണ്ട് അടിക്കുവാനിടയായി തീർന്നു. In his first appearance he was struck with a rod. എന്നാൽ സ്തോത്രം ഇതാ അവന്റെ രണ്ടാമത്തെ വരവെങ്കിൽ, praise the Lord, ദൈവത്തിന്റെ വചനം പറയുന്നു, ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. Later on the word of God teaches us to strike the countries and the nations. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. He will guide them with a രാജാതി രാജാവും കർത്താതി കർത്താവെന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരുന്നു. Upon his cloth, on his robe and his thighs it was written King of Kings and Lord of ഇന്ന് രാവിലെ Lords. ഞാൻ ഇവിടെ ഈ ചിന്തകൾ അവസാനിപ്പിക്കുകയും ഇപ്പോൾ പ്രകാരം പറയട്ടെ. When I am closing down the sermon, let me conclude. അവൻ മഹത്വവാനായി ഇതാ കിഴക്കേ വാതിലൂടെ പ്രവേശിക്കുമ്പോൾ, ദൂത സഞ്ചയങ്ങളുടെ അടമടിയോട് ആ കിഴക്കേ വാതിലൂടെ പ്രവേശിക്കുമ്പോൾ 1000 വിശുദ്ധന്മാരോട് ഒരുമിച്ച് നാമം അവനോടുകൂടെ മണവാട്ടി സഭയായി ആ യെരൂശലേമിലേക്ക് പ്രവേശിക്കാൻ As പോകുകയാണ്. the glorious one who is appearing through the east doors of the temple, we along with the saints and the angels of God, we are going to escort him into that സന്തോഷമുള്ള train. ദൈവമക്കൾ ചില നിമിഷങ്ങൾ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞു Amen. തുടങ്ങിയാട്ടെ. Lift your praises unto God if you believe this and praise God. ഇന്ന് He രാവിലെ ആ deserves it. പ്രത്യാശ അകത്തു വരുന്ന ജീവിതങ്ങൾ ഈ രാവിലെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. If there is such a hope stirring in your heart, start praising God this ഈ morning. ലോകത്തിൽ നമുക്ക് ദുഃഖമുണ്ട്, നിരാശയുണ്ട്. എന്നാൽ ലോകത്തെ ജയിച്ചവൻ രാജാതി രാജാവായി കർത്താതി കർത്താവായി അവൻ മടങ്ങി വരുവാൻ പോകുകയാണ്. Even though we have trials and tribulations in this world, we believe in an overcomer who
came this word. റീബലബ ശന്ധരാജര. കർത്താവ് താൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതന ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാമം അവനോട് ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടുവാനിടയായി We will be caught up in midair when the Lord himself, with the appearance of the trumpet of the archangel, we along with the other saints will be caught up in midair. 7 വർഷം നമ്മൾ മധ്യാകാശത്തിൽ കർത്താവിനോട് ഒരുമിച്ച് വേളി കഴിക്കുവാനിടയായി Amen. We are going to get into the marriage covenant with the Lord as bride. അതിനുശേഷമായി കർത്താവിനോട് ഒരുമിച്ച് യെരൂശലേമിലേക്ക് ഭൂമിയെ ന്യായം വിധിക്കുവാൻ നമ്മൾ മടങ്ങി വരുവാൻ പോകുകയാണ്. Then we come along with Jesus himself to judge the world. സന്തോഷമുള്ള 2 കരങ്ങൾ അടിച്ച് ഇന്ന് രാവിലെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. Give glory to God. If you believe, put your hands together and praise God.